സുപ്രീം കോടതിയുടെ രക്ഷാ പാക്കേജ് വായ്പാ പരിധിയിൽ കേരളത്തിന് സഹായം നൽകാമെന്ന് കേന്ദ്രം. സഹായമായ 5000 കോടി രൂപ ഏപ്രിൽ മാസം നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചു. ഇപ്പോൾ നൽകുന്ന തുക അടുത്ത വർഷത്തെ വിഹിതത്തിൽ നിന്ന് കുറയ്ക്കാമെന്ന കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് നടപടി. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നട്ടം തിരിയുന്നതിനിടയിലാണ് കേന്ദ്ര സഹായമായ 5000 കോടി രൂപ സംസ്ഥാന സർക്കാരിന് അധികമായി കേന്ദ്രം നൽകുന്നത്. ഈ വർഷം നൽകുന്ന അധിക സാമ്പത്തിക സഹായം അടുത്ത സാമ്പത്തിക വർഷത്തിൽ നിന്നും കുറയ്ക്കാമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായം കൂടി ലഭിക്കുന്നതോടെ പെൻഷൻ കുടിശ്ശികയടക്കം കൊടുത്തു തീർക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും. അതേസമയം സാമ്പത്തിക പാക്കേജിനെ ധനമന്ത്രി സ്വാഗതം ചെയ്തെങ്കിലും കേന്ദ്ര വിവേചനം കാണിക്കുകയാണെന്ന ആരോപണവുമായി ധനമന്ത്രിയും രംഗത്ത് വന്നു. ഈ താഴോട്ട് വിതരണം ചെയ്യാനായിട്ട് കളക്ട് ചെയ്യുന്ന പണം അത് ടാക്സിന്റെ ഭാഗമേ കൊടുക്കാറുള്ളൂ. എന്നാൽ സെസും സർചാർജുമായി കളക്ട് ചെയ്യുന്നത് താഴോട്ട് കൊടുക്കാറില്ല. 28% ഇപ്പോൾ സെസും സർചാർജും. ഇന്ത്യ ഗവൺമെന്റിന് ആകെ കിട്ടുന്ന 1/3 ഭാഗവും സെസും സർചാർജും, അത് താഴോട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾ വേറൊരു കണക്ക് കൂട്ടിയേ, 21,000 കോടി രൂപ ഈ വർഷം കിട്ടുന്നത് 2/3 ഭാഗമാണ്. നിലവിലുള്ള ശതമാനം അനുസരിച്ച് എന്നാൽ തന്നെ 2/3 ഭാഗമേ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. തെറ്റായ ധനവിയോഗവും ധൂർത്തുമാണ് പിണറായി സർക്കാരിനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത്. നികുതി പിരിച്ചെടുക്കുന്നതിലടക്കം ഗുരുതര വീഴ്ച വരുത്തിയത് CAG അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതെല്ലാം മറച്ചുവെച്ച് കേന്ദ്ര സർക്കാരിൽ പഴിചാരി രക്ഷപ്പെടാനാണ് CPM വീണ്ടും ശ്രമിക്കുന്നത്. ജനം, തിരുവനന്തപുരം.